സുഹൃത്തുക്കളെ, നമുക്കിന്നൊരു അന്തർജനത്തിന്റെ കഥ നോക്കാം. പൊതുവെ സ്ത്രീകള് വിവേകമില്ലാത്തവരും ബുദ്ധിശൂന്യകളും ഒക്കെയാണ്. സ്ത്രീകൾക്കില്ലാതെ പഴിയില്ല. അങ്ങനെയുള്ള നമ്മുടെ കൂട്ടത്തിലെ ഒരു അന്തർജനത്തിന്റെ ബുദ്ധി സാമർഥ്യം നമുക്കറിയണ്ടേ. അവര് പറയുന്നു, സ്ത്രീകള് വിവേകശൂന്യകളും ദുർമാർഗചാരിണികളും ഒക്കെയാണ്, ഭർത്താവിന് ശുശ്രൂഷിക്കൂല, അങ്ങനെ അവരുടെ ഭർത്താക്കന്മാരുടെ കൊള്ളരുതായ്മ കൊണ്ടാണെന്നാണല്ലോ മഹാന്മാരുടെ അഭിപ്രായം. യോഷാദോഷം മൃഷായ കഥയതി വിദുഷേ ഹന്ത തസ്മൈ നമസ്തേ എന്നൊരു മഹദ്വചനം ഉണ്ടായി. അതുണ്ടായിട്ടുള്ളതും കൂടെ ഈ അഭിപ്രായത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ പുരുഷന്മാർ ദുർമാർഗചാരികളായി ദൂർത്തടിച്ച് നടക്കുന്നവരുടെ ഭാര്യമാരായ സ്ത്രീകളുടെ കൊള്ളരുതായ്മ കൊണ്ടാണെന്നും സംശയം പറയാവുന്നതാണ്. വാസ്തവം വിചാരിച്ചാൽ നല്ല തന്റേടമുള്ള ഒരു പുരുഷന് തന്റെ ഭാര്യയെ ഭർത്തൃ ശുശ്രൂഷാനിരതയും പാതിവ്രത്യ നിഷ്ഠയുള്ളവരുമാക്കിയിട്ട് എത്രത്തോളം കഴിയുമോ അതിൽ 10 മടങ്ങ് ഒരു സ്ത്രീ നല്ല വൈദഗ്ധ്യമുള്ളവളാണെങ്കിൽ അവരുടെ ഭർത്താവിന് ഏകപത്നീ വ്രതത്തോടുകൂടി സന്മാർഗത്തിൽ നടത്താൻ കഴിയുമെന്നും ഉള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറയുന്നത്. അത്രമാത്രം എന്താ പറയുന്ന, ഭർത്താവിന്റെ സ്വഭാവം നല്ലതായിട്ട് ഭാര്യനെ നിലനിർത്താൻ പറ്റുമെങ്കിൽ അതുപോലെ തന്നെ ഭാര്യക്കും കഴിയുമെന്ന് ആണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു കഥയാണിപ്പോ നമ്മൾ നോക്കുന്നത്. അപ്പോ ഈ സ്ത്രീകള് ദുർമാർഗചാരിണികളും പുരുഷന്മാർ ദുർമാർഗചാരികളുമായി തീരുന്നതിന്റെ കാരണം വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. ഇതിന് രണ്ടിനും ദൃഷ്ടാന്തം നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ തന്നെ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇതിന് വേറെ തെളിവൊന്നും വേണമെന്നും തോന്നുന്നില്ല എനിക്ക്. എങ്കിലും ഇതിന് ദൃഷ്ടാന്തമായി കേട്ടിട്ടുള്ള ഒരൈതിഹ്യം ഇവിടെ പറയാം. അതാണ് പറയുന്നത്. എന്താ അത്? പണ്ട് പണ്ട് ഇടപ്പള്ളിയിൽ ഒരു വലിയ തമ്പുരാൻ അവിടുത്തെ ദേശവഴികളിൽ ഒന്നായ കല്ലൂപ്പാറ എന്ന ദിക്കിൽ പോയി താമസിച്ചിരുന്നു. വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും കല്ലൂപ്പാറ ഒരു ബാന്ധവം വേറെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അവിടുന്ന് ഇടപ്പള്ളിയിൽ പോയി താമസിക്കുക പതിവില്ല. ഇടപ്പള്ളിയിലാണ് ശരിക്കുള്ള ഭാര്യയില്ല. അപ്പൊ ഈ കല്ലൂപ്പാറയിലും ഒരു ബാന്ധവം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. വിവാഹ സംബന്ധങ്ങളായ ക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് അന്തർജനത്തെ തൊട്ടിട്ടില്ലെന്നല്ല കാണുക പോലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇതാണ് കഥ. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബാന്ധവ ജനങ്ങൾക്കെല്ലാം വളരെ വ്യസനമായി തീർന്നു. വിവാഹം കഴിച്ചിട്ട് 10-12 കൊല്ലം ഇതുവരെ ഒരു സന്താതി ഉണ്ടായിട്ടില്ല. രാജ്യത്വം കൂടിയുള്ളൊരു വലിയ ബ്രാഹ്മണ കുടുംബം സന്തതി ഇല്ലാതെ നശിച്ചു പോകുന്നത് കഷ്ടമാണല്ലോ. അവരൊക്കെ കൂടി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ഒരു മീറ്റിംഗ് കൂടി. സന്താനാർത്ഥം വല്ല സൽക്കർമ്മങ്ങളും തുടങ്ങണം, അല്ലെങ്കിൽ അവിടത്തെ കൊണ്ട് ഒന്നുകൂടി വിവാഹം കഴിപ്പിക്കണം എന്നൊക്കെയാണ് ഇവര് വിചാരിക്കുന്നത്. ഈ സ്ത്രീയുടെ കുറ്റാണോന്ന് അറിയില്ല. അപ്പൊ ഇദ്ദേഹം ഈ സ്ത്രീനെ തൊട്ടിട്ടും കൂടിയില്ല, പിന്നെ എങ്ങനെ ഉണ്ടാവുക കുട്ടികള്? അങ്ങനെ വിചാരിച്ച് ബന്ധുക്കൾ അതിലെ നമ്പൂരിമാര് കല്ലൂപ്പാറയിലെത്തി. വലിയ തമ്പുരാനെ കണ്ട് തങ്ങൾ ചെന്ന കാര്യം അറിയിച്ചു. ആദ്യം അവിടുന്ന് ഇവർ പറഞ്ഞതൊന്നും അത്ര ആദരിച്ചില്ല എന്ന് മാത്രമല്ല, നമ്പൂരിമാര് വീണ്ടും നിർബന്ധിച്ചത് കൊണ്ട് ഒന്നുകൂടി വേളി കഴിക്കാമെന്ന് അവിടുന്ന് സമ്മതിച്ചു. അതിന് വലിയ സന്തോഷമായി പോരെ. ആദ്യത്തെ അന്തർജനം ബന്ധിയായതിനാലാണ് സന്തതി ഉണ്ടാകാത്തതെന്നായിരുന്നു നമ്പൂരിമാരുടെ വിചാരം. പാവങ്ങൾ, അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അതിനാലാണ് അവർ 2ാം വിവാഹത്തിന് അത്ര നിർബന്ധിച്ചതും. ഒടുക്കം വലിയ തമ്പുരാൻ നാമിന് 2ാമത് വിവാഹം ചെയ്യണമെങ്കിൽ ആദ്യത്തെ അന്തർജനത്തിന് സമ്മതം വേണമല്ലോ. അതിനെങ്ങനെയാണ് എനിക്ക് അവരോട് ചോദിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂരി പറഞ്ഞു, അകായിലെ സമ്മതം ഞങ്ങൾ വാങ്ങിക്കൊള്ളാം, അതിനൊന്നും പ്രയാസമില്ല എന്ന് അവരും പറഞ്ഞു. എന്നാൽ നമ്മുടെ കാര്യസ്ഥനെ കൂടി അയക്കാം. അകായിൽ നിന്ന് അനുവദിക്കുന്ന പക്ഷം ആ വിവരം കാര്യസ്ഥനോട് പറഞ്ഞാൽ മതി, നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല, ഉടനെ നാം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? വലിയ തമ്പുരാൻ. അങ്ങനെ സമ്മതിച്ചു. നമ്പൂരിമാരും കാര്യസ്ഥനും കൂടി പുറപ്പെട്ട് ഇടപ്പള്ളിയിലെത്തി. ഒരു ദാസി മുഖാന്തരം വിവരം അകായിലെ ധരിപ്പിക്കുകയും അനുവാദം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അന്തർജനം എന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ സന്തതി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്, അത് എനിക്ക് വളരെ ആഗ്രഹമുള്ള കാര്യവുമാണ്. അതിനാൽ അവിടുന്ന് 2ാമതും വിവാഹം കഴിക്കുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എന്നാൽ ഒരു കാര്യം കൂടി എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി വേളി കഴിക്കുന്നെങ്കിലും നല്ലപോലെ ജാതകം നോക്കിയിട്ട് വേണം. ഒന്നും ഇങ്ങനെ വന്നു സംഭവിച്ചു, ഇനി അങ്ങനെ വരരുതല്ലോ. എന്റെ ജാതകം പോലുള്ളവരെ
വിവാഹം ചെയ്തത് കൊണ്ട് പ്രയോജനമില്ല. അവിടുന്ന് കല്ലൂപ്പാറ താമസിച്ചാൽ ഇവിടെ സന്തതി ഉണ്ടാകണം. അങ്ങനെയുള്ള ജാതകമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം ഇനി വിവാഹം കഴിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം വേറെ നാട്ടിൽ താമസിച്ചാലും ഇവിടെ അദ്ദേഹത്തിന് കുഞ്ഞുണ്ടാവണം. ഇങ്ങനെയാണ് ഈ അന്തർജനം പറഞ്ഞത്. ഇത് കേട്ടപ്പോഴാണ് എല്ലാവർക്കും സംഗതിയുടെ ആ ഗുട്ടൻസ് മനസ്സിലായത്. കാര്യസ്ഥൻ ഉടനെ പോയി കല്ലൂപ്പാറ ചെന്ന് അകായിൽ നിന്ന് പറഞ്ഞതുപോലെ വലിയ തമ്പുരാന്റെ അടുക്കൽ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ തമ്പുരാന് ലജ്ജവും അത്ഭുതവും മനസ്താപവും എന്തെല്ലോ ആണ് ഉണ്ടായത്. അവിടേക്ക് തന്നെ അറിയാം. എന്തെങ്കിലും ഈ അന്തർജനത്തിന്റെ യുക്തി കേട്ടിട്ട് മാത്രം പോലും താമസിക്കാതെ വലിയ തമ്പുരാൻ ബോട്ട് കയറി ഇടപ്പള്ളിയിലെത്തി താമസമാക്കി. ആ അന്തർജനത്തിന്റെ ബുദ്ധിഗുണവും ഭർത്തൃ ശുശ്രൂഷ സാമർഥ്യവും മറ്റും കൊണ്ട് മനസ്സ് ലയിച്ചു പോവുകയാൽ പിന്നെ രണ്ടാം വിവാഹത്തിന് പ്രസംഗം പോലും ഉണ്ടായില്ല. രണ്ടാം വിവാഹത്തിനെ പറ്റി ഒരു വർത്തമാനേ നാട്ടിലുണ്ടായില്ല. കല്ലൂപ്പാറക്ക് പോകണമെന്നുള്ള ആഗ്രഹവും നിലച്ചു. മുറയ്ക്ക് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ചുകൊണ്ട് ഇടപ്പള്ളിയിൽ തന്നെ താമസവുമായി. അങ്ങനെ ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് അവിടേക്ക് ഒരു പുത്രസന്താനം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ അവിടുന്ന് ആജീവനാന്തം ആ നിലയിൽ തന്നെ താമസിച്ചിരുന്നെന്നും ആ അന്തർജനത്തിൽ നിന്ന് തന്നെ അനേക സന്താനങ്ങള് അവിടേക്ക് ഉണ്ടായി എന്നും കേട്ടിരിക്കുന്നു. ആ അന്തർജനത്തെ പോലെ യുക്തമായ സംഭാഷണം ചെയ്തും ഭക്തിപൂർവ്വം ഭർത്തൃ ശുശ്രൂഷ ചെയ്തും പാതിവ്രത്യ നിഷ്ഠയോടുകൂടിയിരുന്നു ഈ അന്തർജനം. നമ്മുടെ കേരളീയ സ്ത്രീകൾ എല്ലാവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ദുർമാർഗത്തിൽ വിടാതെ തങ്ങളിൽ ആസക്തി ചിത്തന്മാരാക്കി തീർക്കുകയാണ് വേണ്ടത്. അങ്ങനെ തീർത്ത് ഭർത്തൃസുഖത്തോടും സൽസന്താന ലാഭത്തോടും കൂടി സുഖമാകുംവണ്ണം വസിക്കട്ടെ എന്നുള്ളൊരു ഗുണപാഠത്തോടുകൂടി ഈ കഥ ഇവിടെ സമർപ്പിക്കുന്നു. ഇനി എന്താ, പാഴൂർ പടിക്കൽ. ഇത് ചെറിയ കഥയായതുകൊണ്ട് ഒരു കഥ കൂടി പറയാം എന്ന് വിചാരിക്കുന്നു. അല്ല, ഒരു ചെറിയ കഥ പറയാം. പാക്കനാരുടെ ഭാര്യയുടെ പാതിവ്രത്യം പറയാം നമുക്ക്. വരരുചി എന്ന് പ്രസിദ്ധനായ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പറയിൽ നിന്ന് 12 മക്കള് ജനിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ആ മക്കള് മേളത്തോൾ, അഗ്നിഹോത്രി, രചകൻ, ഉളിയനോർ, തച്ചൻ, പിന്നെ വള്ളോൻ, പിന്നെ വായില്ല കുന്നിലപ്പൻ, വടുതല മരുവന്നായര്, പിന്നെ കാരയ്ക്കലമ്മ, ചെമ്മേക, എളുപ്പുകൂറ്റൻ, പെരിയ തിരുവരങ്ങത്തിലും പാണനാരും നേരെ നാരായണൻ ഭ്രാന്തനും ഉടനകവൂർച്ചാത്തനും പാക്കനാരും. 11 കുട്ടികൾക്കും വായുണ്ടോ എന്ന് വെച്ചു. വായുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പല ജാതിയിൽപ്പെട്ടവരും ഈ കുട്ടികളെ എടുത്ത് കൊണ്ടുപോയി, മക്കളില്ലാത്തവര് അങ്ങനെ കൊണ്ടുപോയി വളർത്തിയിട്ട് ആ ജാതിയിലായി കുട്ടികൾ. അങ്ങനെയല്ല വലിയ കാര്യം നമുക്ക് പ്രസിദ്ധമല്ലേ. ഈ 12 പേരിൽ വായില കുന്നിലപ്പനെ ഒഴിച്ചു 11 പേര് അവരുടെ അച്ഛന്റെ ശ്രാദ്ധം അഗ്നിഹോത്രികളുടെ ഇല്ലത്തുകൂടി ഒരുമിച്ചാണ് നടത്തുക പതിവ്. വായില കുന്നിലപ്പൻ അവസാനത്തെ കുട്ടിക്ക് വായുണ്ടോ എന്ന് ചോദിക്കുക. കാട്ടിലടങ്ങ് കിടന്ന് പ്രസവിക്കും. വയറ്റാട്ടിയും വേണ്ട, ഒന്നും വേണ്ട, ഡോക്ടറും വേണ്ട, നേഴ്സും വേണ്ട. വായുണ്ടോ എന്ന് ഇദ്ദേഹം വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്ന് പറയും. അവിടെ ഒട്ടിച്ചു വാന്ന് പറയും. ഈ പ്രസവ ശുശ്രൂഷയും വേണ്ട, ഒന്നുമില്ലാതെ ഈ സ്ത്രീ ഇദ്ദേഹത്തിന്റെ പിറകെ ഇങ്ങനെ നടക്കും. പിന്നെയും പ്രസവിക്കും, പിന്നെയും. അതിന് യാതൊരു മുടക്കവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. പ്രസവ ശുശ്രൂഷ ഒന്നും വേണ്ട. മക്കളുണ്ടാവുന്നതിന് യാതൊരു ദുർഭിക്ഷവും ഉണ്ടായിട്ടില്ല. അവസാനത്തെ കുഞ്ഞിനെ എനിക്ക് കിട്ടണേന്നുണ്ടല്ലതുകൊണ്ട് ഇദ്ദേഹം ചോദിച്ചപ്പോ ഈ സ്ത്രീ പറഞ്ഞു വായില്ല. എന്നാ പിന്നെ എടുത്തോന്ന് പറഞ്ഞു. അതിനെ കൊണ്ട് ഒരു കുന്നിന്റെ മേലെ പ്രതിഷ്ഠിച്ചു. അതാണ് വായില്ല കുന്നിലപ്പൻ. അങ്ങനെ ശ്രാദ്ധം കഴിഞ്ഞതിന് ശേഷം 11 പേര് ഒരു സ്ഥലത്ത് ഭക്ഷണത്തിനായിട്ടിരുന്നു. അപ്പോൾ അഗ്നിഹോത്രികളുടെ അന്തർജനിവർക്ക് വിളമ്പി കൊടുക്കാൻ വരാൻ സ്വല്പം മടിച്ചു. എനിക്ക് കഴിയില്ല, ബ്രാഹ്മണ സ്ത്രീ അല്ലേ. പിന്നെ അഗ്നിഹോത്രികൾ വിളിക്കുകയും വളരെ നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ അന്തർജനം ഒരു കുടയും എടുത്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് വന്നു. അത് കണ്ട പാക്കനാർ ഇതെന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അഗ്നിഹോത്രികൾ പറഞ്ഞു, ഇത് പതിവ്രതമാരുടെ ധർമ്മമാണ്. പതിവ്രതമാർക്ക് പരപുരുഷന്മാരെ കാണാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? അഗ്നിഹോത്രി പറഞ്ഞു. ഉടനെ പാക്കനാർ എന്ത് ചെയ്തു? ഇതൊന്നും പതിവ്രതാധർമ്മമല്ല. ബ്രാഹ്മണ സ്ത്രീകൾക്ക് പതിവ്രതാധർമ്മം എന്നാൽ എന്താണെന്ന് തന്നെ അറിഞ്ഞുകൂടാ. പതിവ്രതാധർമ്മം പാതിവൃത്തിയിരിക്കുന്നത് കുടയിലും പുതപ്പിലും ഒന്നും അല്ല. അപ്പോൾ പതിവ്രതാധർമ്മത്തെ ശരിയായി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീ എന്റെ കെട്ടിയവളെ പോലെ ലോകത്തിലില്ല എന്ന് പറഞ്ഞു. ആഹാ, ഗംഭീരം. അത് കേട്ട അഗ്നിഹോത്രികൾ, ചണ്ടാലികൾക്ക് പാതിവൃത്യമോ പതിവ്രതാധർമ്മ ജ്ഞാനമോ അങ്ങനെ വല്ലതുണ്ടോ? കാക്കനാർ പറഞ്ഞത് ശുദ്ധമേ അസംബന്ധമാണ് എന്ന് പറഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും പതിവ്രതാധർമ്മത്തെ വളരെ വളരെ വളരെ
വാദപ്രതിവാദങ്ങൾ നടത്തി. അതിന്റെ ശേഷം അഗ്നിഹോത്രികളുടെ അന്തർജനത്തിനോ പാക്കനാരുടെ കെട്ടിയവൾക്കോ പതിവ്രതാധർമ്മം ആർക്കാണുള്ളത് എന്ന് മനസ്സിലാക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പാക്കനാർ അഗ്നിഹോത്രികളെ വിളിച്ചുകൊണ്ട് സ്വഗൃഹത്തിലേക്ക് പോയി. അവിടെ എത്തിയ ഉടനെ പാക്കനാർ ഭാര്യയെ വിളിച്ചു. ഇവിടെ എത്ര നെല്ലിരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു. ഭാര്യ 5 ഇടങ്ങഴിയുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ പാക്കനാർ അതിൽ പകുതി നെല്ലെടുത്ത് കുത്തി അരിയാക്കി ചോറ് വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. ഭാര്യ തൽക്ഷണം പോയി നെല്ല് കുത്തി അരിയാക്കി വെച്ച് ചോറ് കൊണ്ടുവന്നു. അപ്പോൾ പാക്കനാർ പറഞ്ഞു, ചോറ് ആ കുപ്പയിലിട്ടെ എന്ന് പറഞ്ഞു. അവൾ ഒട്ടും മടിക്കാതെ അങ്ങനെ തന്നെ ചെയ്തു. ഉടനെ പാക്കനാർ ശേഷം ഇരിക്കുന്ന നെല്ലും കുത്തി അരിയാക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവരതും ചെയ്തു. അതും കുപ്പയിലേക്ക് എന്ന് പറഞ്ഞു. അവരത് ഒട്ടും മനപ്രയാസമില്ലാതെ ഇട്ടുന്നു. ഈ ഒരു എതിർപ്പ് പറയോ കാണിക്കുകയോ ചെയ്യാതെ അവര് ചോറും കുപ്പയിലിട്ടു. പാക്കനാർക്ക് വളരെ ദാരിദ്ര്യമായിരുന്നു. അവരുടെ ഭാര്യ അന്ന് ഭക്ഷണം കഴിച്ചിരുന്നില്ല. ആ 5 ഇടങ്ങളിൽ നെല്ലല്ലാതെ അവിടെ നെല്ലും അരി ഒന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ആ നെല്ലിൽ നിന്ന് കുറെ എടുത്ത് കഞ്ഞി വെച്ചുണ്ണാമെന്ന് വിചാരിച്ചവൾ അതിനായി ആരംഭിച്ച സമയത്താണ് അഗ്നിഹോത്രികളും പാക്കനാരും കൂടെ അവിടെ എത്തിയത്. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും പാക്കനാരുടെ ഭാര്യ തന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ ലേശം പോലും മടിക്കാതെ ചെയ്തു. ഇത്രയും കഴിഞ്ഞതിന് ശേഷം അഗ്നിഹോത്രികളും പാക്കനാറും കൂടി അവിടെ നിന്ന് പുറപ്പെട്ടു തിരികെ അഗ്നിഹോത്രികളുടെ ഇല്ലത്തെത്തി. ഉടനെ പാക്കനാർ, ഞാൻ ചെയ്യിച്ചതുപോലെ ഇവിടുത്തെ അന്തർജനത്തെ കൊണ്ട് ചെയ്യിക്കുക, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു ഏട്ടനോട്. അഗ്നിഹോത്രികളോട് പറഞ്ഞു. ഉടനെ അഗ്നിഹോത്രികള് അന്തർജനത്തെ വിളിച്ചു 2.5 ഇടങ്ങഴി നെല്ലെടുത്ത് കുത്തി അരിയാക്കി വെച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് കേട്ട അന്തർജനം, ഇവിടെ അരി ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പോൾ നെല്ല് കുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. പിന്നെ അഗ്നിഹോത്രികൾ വളരെ നിർബന്ധിച്ചിട്ടാണ് അന്തർജനം മനസ്സുകേടോടുകൂടി മൂടലം വണ്ണം വെച്ച് വീർപ്പിച്ചിട്ട് പിറുപിറുത്തുകൊണ്ട് നെല്ല് കുത്തി അരിയാക്കി വെച്ചു കൊണ്ടുവന്നു. അപ്പോൾ അഗ്നിഹോത്രികൾ ആ ചോറ് കുപ്പയിലിട്ടേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അന്തർജനം ചോദിക്കുന്നു, എന്തായേ അവിടെയൊക്കെ ഭ്രാന്തുണ്ടോ? ചോറ് വെറുതെ കളയുന്നത് തന്നെ കഷ്ടം. വിശേഷിച്ച് ഞാൻ വളരെ പ്രയാസപ്പെട്ട് നെല്ല് കുത്തി അരിയാക്കി വെച്ചുണ്ടാക്കി കൊണ്ടുവന്ന ചോറ് കുപ്പയിൽ കളയുകയോ? ഇത് വലിയ സങ്കടം തന്നെയാണ് എന്നും മറ്റും ഓരോ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്നു. ഒടുക്കം അഗ്നിഹോത്രികളുടെ നിർബന്ധം നിമിത്തം അന്തർജനം ആ ചോറ് കുപ്പയിലേക്ക് ഇട്ടു. ഉടനെ അഗ്നിഹോത്രികൾ ഇനിയും 2.5 ഇടങ്ങളിൽ നെല്ലെടുത്ത് കുത്തി അരിയാക്കി വെച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞു. അപ്പോൾ അന്തർജനം, അവിടെയൊക്കെ ഭ്രാന്ത് തന്നെയാണ്. ഈ കൊട്ടുന്ന താളത്തിനൊക്കെ തുള്ളാൻ ഞാനാണല്ല. അസംബന്ധം പറയുക എന്നിട്ടൊരു കണക്കുണ്ട്. കണക്കാവൂല അങ്ങനെയെന്നൊന്നും പറഞ്ഞു. എൻ്റെ അകത്തേക്ക് പോയി. അഗ്നിഹോത്രികൾ നിർബന്ധപൂർവം അവരെ വിളിച്ചിട്ടും അന്തർജനം പുറത്തേക്ക് വന്നില്ല. അപ്പോൾ പാക്കനാർ, ഇതാണോ പതിവ്രതാധർമ്മം? ഭർത്താക്കന്മാർ എന്തു പറഞ്ഞാലും സന്തോഷത്തോടുകൂടി അത് ഉടനെ ചെയ്യുന്നവളാണ് പതിവ്രത. അങ്ങനെ ചെയ്യുന്നതാണ് പതിവ്രതാധർമ്മം. അതിൽ ഗുണദോഷ ചിന്തനം ചെയ്യുവാനും ധർമ്മം പറയാനും ഭാര്യമാർക്ക് അവകാശവും അധികാരവുമില്ല എന്ന് പറഞ്ഞ് അഗ്നിഹോത്രികളെ സമ്മതിപ്പിച്ചിട്ട് പാക്കനാർ പോവുകയും ചെയ്തു. അത്ര വിചാരിച്ചില്ലോ. ഈ ഐതിഹ്യത്തെ പറ്റി ഇപ്പോൾ പരിഷ്കാരികളുടെ ഇടയിൽ വളരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കും. എങ്കിലും ഭർത്താക്കന്മാർ വല്ലതും പറഞ്ഞാൽ പല കഴിവുകളും ദുസ്തർക്കങ്ങളും പറഞ്ഞത് ഉടനെ ചെയ്യാതിരിക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ ധാരാളമുണ്ട്. അത് പതിവ്രതകളായ സ്ത്രീകൾക്കു ചേർന്നതല്ലെന്നുള്ളതിൽ പക്ഷാന്തരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇന്ന് ആരുമില്ല, ഉണ്ടാകുന്നില്ല. ഭർത്താവിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ആക്കുന്ന സ്ത്രീകളല്ലാതെ ഭർത്താവ് അനുസരിക്കുന്ന സ്ത്രീകളുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിയായ ഭ്രമം കൊണ്ടോ ദുർവാശി കൊണ്ടോ ദുസ്സഹമായ മനസ്താപം കൊണ്ടോ മറ്റോ ഭർത്താക്കന്മാർ മതിമറന്ന് ക്രമവിരോധമായി വല്ലതും പ്രവർത്തിക്കാൻ ആരംഭിക്കുകയോ അതുപോലെ ആവശ്യപ്പെടുകയോ ചെയ്തു എന്ന് വെക്കാം. അപ്പൊ ഗുണദോഷങ്ങൾ പറഞ്ഞ് അവരുടെ മനസ്സിനെ പിന്തിരിച്ച് യഥാസ്ഥിതമാക്കുന്നതിനുള്ള ചുമതലയാണ് ഭാര്യമാർക്ക് വേണ്ടത്. അങ്ങനെയല്ലാതെ ഭർത്താക്കന്മാർ സ്വബുദ്ധിയോടുകൂടി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് ചെയ്യാതെ വല്ലതും ദുസ്തർക്കം പറയുക എന്നത് ഭാര്യമാർക്ക് ഒരിക്കലും യുക്തമായിട്ടുള്ളതല്ല. അങ്ങനെയുള്ളവരെ ഗൃഹിണികൾ എന്ന് പറയാനും പാടില്ല. അവരെയാണ് ദേഹബാധകൾ എന്ന് പറയേണ്ടത്. ദേഹബാധ വെച്ചാൽ വീട്ടിലത്തെ ബാധ, വീട്ടിലെ ബാധാദോഷമാണ് അവരെന്ന് വേണം പറയാൻ.
പാക്കനാർ തന്റെ ഭാര്യയുടെ പാതിവൃത്യ നിഷ്ഠ എത്രമാത്രമുണ്ടെന്ന അഗ്നിഹോത്രികളെ ദൃഷ്ടാന്ത സഹിതം അറിയിച്ചതായി ഒരൈതിഹ്യം കൂടി കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അഗ്നിഹോത്രികൾ പാക്കനാരുടെ മാടത്തിൽ ചെന്നപ്പോൾ പാക്കനാർ അഗ്നിഹോത്രികൾക്ക് ഇരിക്കുന്നതിന് പലകയോ മറ്റോ എടുത്തു കൊടുക്കുന്നതിന് ഭാര്യയെ വിളിച്ചു. അപ്പോൾ അവൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വെള്ളവും പാളയും കൂടി കിണറ്റിന്റെ മധ്യത്തിലായപ്പോഴാണ് പാക്കനാർ വിളിച്ചത്. ഭർത്താവ് വിളിച്ചത് കേട്ട ഉടനെ അവൾ കയറിന്മേൽ നിന്ന് കൈവിട്ട് ഓടി വന്നു. പാളയും കയറും ആ സ്ഥിതിയിൽ തന്നെ അവിടെ നിന്നതല്ലാതെ കീഴ്പോട്ട് വന്നില്ല. അതാണ് പാതിവൃത്യം. അത് കണ്ട അഗ്നിഹോത്രികൾ വളരെ ആശ്ചര്യപ്പെട്ടു. പാതിവൃത്യം ഉണ്ടായാൽ ഇങ്ങനെയാണ്. ഭർത്താവ് വിളിക്കുന്നത് കേട്ടാൽ എന്തു തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അത് ഉപേക്ഷിച്ചിട്ട് ഭർത്താവിന്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ് പതിവ്രതമാരുടെ ധർമ്മം എന്ന് പാക്കനാർ പറഞ്ഞു. നമ്മുടെ കേരളീയ സഹോദരിമാരും ഈ ഐതിഹ്യങ്ങളുടെ സാരാംശത്തെ ഗ്രഹിച്ച് പ്രവർത്തിക്കുന്നതാൽ അവർക്കത് ശ്രേയസ്കരമായിരിക്കും എന്നുള്ളൊരു ഗുണപാഠത്തോടുകൂടിയാണ് ഈ കഥ എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കഥയുമായിട്ട് അടുത്ത പ്രാവശ്യം വരാം.